ലാൽ സാർ ഇതിൽ രാത്രി 7 മണിക്ക് മഴ നനയാൻ തുടങ്ങിയ 4 മണി വരെ മഴയത്താ ക്ലൈമാക്സ്. അപ്പം ഞാൻ ആ സമയത്തുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ കാണും. അപ്പോൾ ഷോട്ട് കഴിഞ്ഞാൽ മഴ ഓഫാക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ലാൽ സാർ നനഞ്ഞ ഡ്രസ്സിൽ ഇങ്ങനെ പോയി അവിടെ എവിടെ ഇരിക്കും. ഒരു 2 മണിക്കാകുമ്പോൾ നമുക്ക് തന്നെ തണുത്ത് നിൽക്കുമായിരിക്കും. അപ്പോൾ ബോഡിയിലേക്ക് ഇങ്ങനെ ഷവർ ചെയ്യുമ്പോൾ ഒരു ഷിവറിങ് ഉണ്ട്. മനുഷ്യനല്ലേ, പ്രായം ഒരു. പക്ഷെ അതിനുശേഷം ആക്ഷൻ എന്ന് പറയുമ്പോണ്ടല്ലോ നമ്മൾ ഞെട്ടിപ്പോവും. തുടരും സിനിമയുടെ എഡിറ്റർ ഷെഫീഖ് വി ബി നമുക്കപ്പം. ഷെഫീഖ്, തുടരും റിലീസ് ചെയ്തിട്ട് ആ ഫസ്റ്റ് ഡേ തരുൺ ഷെഫീഖിനെ ഒന്ന് ഹഗ് ചെയ്തിട്ട് നമ്മൾ ജയിച്ചു എന്ന് പറയുന്ന ഒരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വിഷ്വൽ കണ്ടു ഞാൻ. ആ മൊമെന്റ് എന്തായിരുന്നു? അത് ഭയങ്കര സന്തോഷമുള്ള ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് മൊമെന്റ് ആയിരുന്നു. കാരണം നമ്മൾ ഒരുപാട് സിനിമയിൽ വരുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്ത് നിൽക്കുന്ന കാലം തൊട്ട് സ്വപ്നം കാണുന്ന ഒരു മുഹൂർത്തമായിരുന്നു. തിയേറ്ററിൽ നമ്മുടെ പടം ഹൗസ്ഫുള്ളായിട്ട് നിൽക്കുമ്പോൾ അതൊരു സൂപ്പർ സ്റ്റാർ പടം. എന്താ പറയുക, നമ്മൾ സ്വപ്നം കാണുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതും ഇത്രയും നല്ലൊരു സിനിമ. ഇപ്പോഴും ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇന്നലെ ഞാൻ വൈഫായിട്ട് പടം കാണാൻ പോയപ്പോഴും അവിടെ പല ടിക്കറ്റ് ഇല്ല. എത്ര വട്ടം കണ്ടു തിയേറ്ററിൽ? കുറേയും കണ്ടു. ഇപ്പോഴും കണ്ടിട്ടും കൊതി മാറുന്നില്ല. ആൾക്കാരുടെ കൂടെ ആൾക്കാർ എന്താ പറയുക, നമ്മൾ വിചാരിച്ച സ്ഥലത്ത് ചിരിക്കുക, കൈയടിക്കുക, ആർപ്പ് വിളിക്കുക, ഇമോഷണൽ ആവുക എന്നൊക്കെ അത് കാണാൻ കൊതിയാവുക. ഈ എഡിറ്റിലിരിക്കുമ്പോൾ എത്രയോ വട്ടം ഏതൊക്കെ തരം ഷോട്ടുകൾ കാണുന്നു. അവസാനം സിനിമ എഡിറ്റ് ചെയ്ത ശേഷവും കാണുന്നുണ്ട് പല പ്രോസസ്സിന്റെ ഭാഗമായി. പിന്നെ തിയേറ്ററിൽ പോയി കാണുമ്പം ആ ഫ്രഷ്നെസ്സോടുകൂടി കാണുന്ന ഒരു ഫീൽ തന്നെയാണോ? നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവരുടെ ഒരു ഫീല് നമുക്ക് എങ്ങനെയോ കിട്ടും. കാരണം നമ്മുടെ കൂടെ ഇരിക്കുന്നവരുടെ ഒരു വൈബ് നമുക്കും കിട്ടാറുണ്ട്. എന്താ വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞു കണ്ടിട്ട്? അയ്യോ, ഭയങ്കര സന്തോഷം. അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ വാവുച്ചിയും ഉമ്മച്ചിക്ക് അവരുടെയൊക്കെ ചെറുപ്പകാലത്ത് ലാൽ സാർ, ശോഭന മാമിൻ്റെ ഒക്കെ പടങ്ങളായിരുന്നല്ലോ അവർ കണ്ടിട്ട്. അപ്പോൾ അവരുടെ കൂടെ മകൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വാവുച്ചി ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ യൂട്യൂബിൽ വീഡിയോ എല്ലാം കണ്ട് എല്ലാ ദിവസവും നേരത്തെ 10 മണിക്ക് കിടക്കുന്ന ആളാണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്ന് ഇങ്ങനെ മൊബൈലിൽ റീൽസും ഇതിനെ പറ്റിയുള്ള സംസാരമൊക്കെ കണ്ട് പിന്നെ അതുപോലെ ഷെഫീഖിന്റെ ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര രസം. ഇങ്ങനെ ഓരോന്നും കണ്ടിട്ട് ഇങ്ങനെ വിളിക്കും, അങ്ങനെയായിരുന്നു, നല്ലതായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവര് ഫസ്റ്റ് ഡേ തിയേറ്റർ വന്നിരുന്നു. ഓ, എൻ്റെ കൂടെ ഞാൻ എൻ്റെ വാവുച്ചിയുടെയും ഉമ്മച്ചിയുടെയും നടുവിലിരുന്ന പടം കണ്ട്. വൈഫ് ഡെലിവറി ആയി കഴിഞ്ഞ് ഒരു കുഞ്ഞുവാവുണ്ട്, ഒരു 50 days ആയിട്ടുള്ളൂ. പക്ഷെ ഇന്നലെ കുഞ്ഞുവിനെ വീട്ടിലാക്കിയിട്ട് ഞാൻ അവളെയും കൊണ്ട് പോയി പടം കണ്ടു. ഒരു മോനും ഉണ്ട്, അവനെയും കൊണ്ട്. അവൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കയറുന്നത് നമ്മുടെ പടത്തിൽ ഈ സിനിമ കാണാനാണ്. പിന്നെ ഫ്രണ്ട്സ് വന്നിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷം. എല്ലാവരും ഭയങ്കര എന്താ പറയാ, കെട്ടിപ്പിടിച്ചു, നമ്മളെ കെട്ടിപ്പിടിച്ചു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു 15 വർഷമായിട്ട് പല റോളുകളിൽ സിനിമ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പൊ ആ ഒരു സക്സസ് മൊമെന്റ് എന്നുള്ളത് ഇപ്പൊ അത് കിട്ടിക്കഴിയുമ്പോൾ ഉള്ള ഒരു ഷെഫീഖിന്റെ ഉള്ളിലൊരു തോന്നലുണ്ടല്ലോ, അതായത് കഷ്ടപ്പെട്ട പറ്റും എന്നുള്ളൊരു ഈ യാത്ര പഠിപ്പിച്ചത് എന്താ എന്ന് പറഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും ചെറുപ്പകാലം തൊട്ട് തുടങ്ങിയൊരു സിനിമയോട് എന്ന് പറഞ്ഞാൽ, എൻ്റെ കൊച്ചച്ഛന് പണ്ട് വീഡിയോ ലൈബ്രറി ആയിരുന്നു. അപ്പോൾ ഞാനൊരു നഴ്സറി പഠിക്കുന്ന കാലം തൊട്ട് കൊച്ചച്ഛനായിരുന്നു എന്നെ വിളിച്ചോണ്ട് വരിക. കടയിലേക്ക് വിളിച്ചോണ്ട് വന്നിട്ട് വൈകിട്ട് കൊച്ചിൻ്റെ കൂടെ പോവുക. അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് എന്നെ അമ്മ വരുമ്പോൾ കൊച്ചിൻ്റെ കടയിലായിരിക്കും. അപ്പോൾ അന്ന് ഈ പണ്ടത്തെ VHS കാസറ്റ് ഉണ്ടല്ലോ, അതിൽ പടം ഇടും. അന്ന് കേബിൾ TV ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം കടയിൽ പടം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ സിനിമയാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, TV ഇങ്ങനെ കാണാം, പാട്ടും ഫൈറ്റും റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ ഒരു പടം തന്നെ റെക്കോർഡ് ചെയ്യുമ്പോഴേക്കും ഒരു 3-4 തവണ പ്രിന്റ് എടുക്കണ്ടാവും. അന്നത്തെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ് സിനിമ അത്രയും തന്നെ പ്ലേ ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യുക. അപ്പൊ അത്രയും സമയം ആ സിനിമ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണാൻ, എനിക്ക് റിപ്പീറ്റ് ചെയ്ത് കാണുന്നതിൽ ഒരു മടിയും തോന്നിയിട്ടില്ല. മേ ബി അതൊക്കെ ആയിരിക്കും ഇതിൽ ഹെൽപ്പായിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് കരയുമ്പോഴേക്കും ഞാൻ എൻ്റെ കൊച്ചച്ഛൻ്റെ കടയിൽ പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കരഞ്ഞിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വഴക്കിട്ടുള്ളതും അടിയിട്ടിട്ടുള്ളതും എപ്പോഴും സിനിമ കണ്ടു കിടക്കുന്നു, കൊച്ചച്ഛൻ്റെ കൂടെ കൂടിയാണ് അലമ്പാവെന്നൊക്കെ എന്ന് പറഞ്ഞായിരുന്നു അച്ഛൻ എന്നെ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതേ അച്ഛനാണ് ഇപ്പൊ എൻ്റെ സിനിമ കാണാൻ വരുന്നത്. കൊച്ചിനുണ്ട്. കൊച്ചിന് ഇന്നലെയാണ് കൊച്ചിന് ടിക്കറ്റ് കിട്ടിയത്. കൊച്ചിന് ഭയങ്കര ഹാപ്പി ഇന്നലെ പടം കണ്ടിട്ട്. അപ്പൊ ആ വീഡിയോ ലൈബ്രറിയിൽ ഇരുന്ന് കാണാൻ സിനിമയുടെ ലോകത്തേക്ക് മേ ബി കടക്കുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, ഈ പല റോളുകളിൽ ഉണ്ടായിരുന്നല്ലോ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്, പിന്നെ അസിസ്റ്റന്റ് ആയിട്ട്, പിന്നെ സ്പോട്ട് എഡിറ്റ് ചെയ്തു. ഈ സ്പോട്ട് എഡിറ്റിംഗ് എത്ര വർഷം ചെയ്തിട്ടുണ്ടാവും? സ്പോട്ട് എഡിറ്റിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2019-ലാണ്. ഓക്കെ.
2010. അതെ അതെ 6 വർഷമായി. അതിനു മുമ്പ് അസിസ്റ്റന്റ് എഡിറ്റർ 2016-17 തൊട്ട് അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് ഞാൻ അഭിച്ചേൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാനൊരു ആഡ് ഫിലിമാണ് എഡിറ്റ് ചെയ്യുന്നത്. അതെൻ്റെ പ്രിയ സുഹൃത്ത് ജിതിൻ എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു, ജിതിൻ മാത്യു. അദ്ദേഹത്തിൻ്റെ ആഡായിരുന്നു ആദ്യമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അവനാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു പരസ്യം എഡിറ്റ് ചെയ്യാൻ, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഡിസൈലിൻ്റെ ഒരു ആഡ്, അത് ആദ്യമായിട്ട് അവൻ തന്നു. അതിനുശേഷം എനിക്ക് അവസരം തന്നു കൃഷ്ണദാസ്, നമ്മുടെ ഭരതനാട്യത്തിന്റെ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ വെബ് സീരീസ് ഉണ്ടായിരുന്നു ബെറ്റർ ഹാഫ് എന്ന് പറയുന്നത്. അതിലായിരുന്നു ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സീൻസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു 6 എപ്പിസോഡുള്ളൊരു ഇതായിരുന്നു. അതിനുശേഷം ഭരതനാട്യമാണ്. ഭരതനാട്യം ഒറ്റയ്ക്ക് ചെയ്ത ആദ്യത്തെ സിനിമ ഭരതനാട്യം, തുടരും രണ്ടാമത്തെ സിനിമയാണ്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ആദ്യം വന്നതെന്ന് പറഞ്ഞു. അഭിനയിക്കാൻ മോഹം ഉണ്ടായിരുന്നു? അഭിനയിക്കാൻ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ എനിക്ക് പടം ഡയറക്റ്റ് ചെയ്യാനായിരുന്നു ഏറ്റവും ആഗ്രഹം. സിനിമയിൽ എങ്ങനെ കയറി പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തൊക്കെ ജോലി ചെയ്തിട്ടാണെങ്കിലും സിനിമയിൽ വരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ കാണുന്ന എൻ്റെ വീടിൻ്റെ അമ്പലമുകളിലാണ് എൻ്റെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ എപ്പോഴും ഫാക്ടറിയിൽ ഷൂട്ട് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷൂട്ട് ഉണ്ട്, എന്നെ വിളിച്ചു പറയും. ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് അവിടെ പോകും, രാവിലെ തൊട്ട് ലൊക്കേഷനിൽ ഇങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ കാണുന്നവരോടൊക്കെ ഞാൻ ഇങ്ങനെ ചാൻസ് ചോദിക്കും. അപ്പോൾ ഞാൻ അന്ന് അൻവറിൻ്റെ ഒക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് സ്ഥിരം പോകുമായിരുന്നു. അപ്പോൾ അന്ന് സൗബിനിക്ക് ഏടിയാ, ഞാൻ സൗബിൻകാരൊക്കെ അടുത്ത് പോയിട്ട് കഥയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിക്ക് ഇപ്പോഴൊന്നും ഓർമ്മ ഉണ്ടാവില്ല അന്ന്, കാരണം പുള്ളി അന്ന് ചാടി നിൽക്കുന്ന ഒരു അസോസിയേറ്റാ. അപ്പോൾ സിനിമയുടെ ആരോ ആണെന്ന് എനിക്കറിയാം, അസോസിയേറ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവരുടെ ചായ കുടിക്കുന്ന വേളകളിലേക്ക് അടുത്ത പടം എന്താ സബ്ജക്റ്റ് ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ പോയി, എൻ്റെ ഒരു കഥയുണ്ട്, അത് ഞാൻ കൊച്ചു പോയിനാ, വല്ല ബാലരമയും കൊടുക്കുന്ന ആ മൂഡില് തമാശ, കാരണം അവർക്ക് അറിയില്ലല്ലോ ആരാ. അതെ, അപ്പോ കാരണം ഒരു കൊച്ചു പയ്യൻ ഞാനപ്പോ. പിന്നീട് ഒരിക്കൽ നയൻതാര മാമിന്റെ ഒക്കെ ഒരു എലക്ട്ര എന്ന് പറഞ്ഞ ഷൂട്ട് അവിടെ നടന്നു. അപ്പൊ അന്ന് അതില് ADs ഇങ്ങനെ ക്ലാപ്പ് ഒക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഈ ക്ലാപ്പ് ബോർഡ് ഒന്ന് തൊട്ടോട്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലായത് ഫെലിനി എന്ന് പറഞ്ഞ നമ്മുടെ തീവണ്ടിയുടെ ഡയറക്ടറിന്റെ ഒക്കെ അടുത്താണ് ഞാൻ പോയി ചോദിച്ചത്. പിന്നെ പിടിച്ചോണ്ട് പറഞ്ഞു. ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത നിഴൽ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ വർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ലൊക്കേഷൻ പോയപ്പോ അന്ന് ഞാൻ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ആ പടത്തിൽ AD ആയിരുന്നു, മേ ബി നീ എന്റെ അടുത്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയിൽ അവസരം കിട്ടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ കാരണം എല്ലാവരും നമ്മളെ പോകുമ്പോഴൊക്കെ നിരുത്സാഹപ്പെടുത്തുക, അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇത്ര ആലോചിച്ചുള്ളൂ. ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന്റെ പുറകെ പോവുക, ശ്രമിച്ചു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാൻ ഇപ്പോഴും ആൾക്കാരോട് ചോദിക്കും, ചേട്ടാ അടുത്ത പടത്തിലൊരു അവസരം. കാരണം എന്തെങ്കിലും നമ്മൾ ചെയ്തതിനു ശേഷമാട്ടെ ഞാൻ ചോദിക്കുള്ളൂ. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരാളുടെ അടുത്ത് കയറിയിട്ട് ചേട്ടാ അങ്ങനെ ചോദിക്കില്ല. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തതിന് ശേഷം അവർക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ ഒരാളുടെ അടുത്തും എഡിറ്റിങ്ങിന് അവസരം തരുമെന്ന് ചോദിച്ചത് ഭരതനാട്യം ചെയ്തതിന് ശേഷമാണ്. കാരണം അതുവരെ എനിക്കൊരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിനു മുമ്പ് നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ പലരും പറയും നമുക്ക് സെറ്റ് ഉണ്ട്, നമുക്ക് നിന്റെ പരിപാടി എനിക്ക് ഇഷ്ടമായി, നമുക്ക് ഒരു പടം നമ്മൾ വർക്ക് ചെയ്യുന്നൊക്കെ പലരും ഓഫർ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങോട്ട്, കാരണം നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ, നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്തു എന്ന് കാണിക്കാൻ. ഞാൻ അതിനുശേഷം പലരോടും ഞാൻ അവസരം നന്നായി ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒറ്റക്കൊമ്പൻ ചെയ്യാൻ പോവാണ്, അടുത്ത വലിയ പടം. അതിന്റെ എക്സൈറ്റ്മെന്റ് എന്താ? വളരെ സന്തോഷത്തിലാണ്. അതൊരു വലിയൊരു ആക്ഷൻ മാസ് പടമാണ്. ആക്ഷൻ സ്പെഷ്യൽ എഡിറ്റർ അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ അല്ലെ, ചമനടക്കം. ഷമീർക്കായിരുന്നു എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഫൈറ്റില് ഭയങ്കര. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഷമീർക്കയുടെ കൂടെ. ഞാൻ മോൺസ്റ്റർ, പിന്നെ ടർബോ, അതൊക്കെ. അതെ. അപ്പോ ഷമീർക്കയുടെ ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഇക്കാര്യം നമുക്ക് കുറെ നല്ല സപ്പോർട്ട്. എനിക്ക് ഷമീർക്കായാണ് തമിഴിൽ ശിവകാർത്തിന്റെ ഒരു പടത്തിൽ ഫൈറ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് എന്നെ വിട്ടായിരുന്നു, മദ്രാസി എന്ന് പറഞ്ഞ AR മുരുകദാസ് സാറിന്റെ ഒരു പടം. അപ്പോൾ അതിൽ ഞാൻ വർക്ക് ചെയ്തു. അതിൽ ഓഫ്ലൈൻ ഫൈറ്റ് എഡിറ്റ് ആയിരുന്നു. അത് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ല, അത് ഷൂട്ട് കഴിഞ്ഞതാ. അത് ഓഫ്ലൈൻ ഫൈറ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വിളിക്കും. അപ്പൊ അതിന്റെ ഓഫ്ലൈൻ ഒരു 5 ഫൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ 5 ഫൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെയും ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോൾ പോകാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ പടത്തിന്റെ ഷൂട്ടായിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അവര്
സിക്കന്ദർ മുരുക സാറിൻ്റെ തന്നെ സെയിം ഫൈറ്റ് മാസ്റ്ററും കെവിൻ മാസ്റ്റർ എന്ന് പറയുന്ന മാസ്റ്ററും സ്റ്റീവ് മാസ്റ്ററും ആയിരുന്നു അത് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ തന്നെ സിക്കന്ദർ എന്ന് പറഞ്ഞ പടത്തിലേക്ക് നമ്മൾ വിളിച്ചിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പോയി. അതിലൊരു ഫൈറ്റ് സീക്വൻസ് കഴിഞ്ഞു. അപ്പോഴാണ് തുടരുവിൻ്റെ നെക്സ്റ്റ് ഷെഡ്യൂൾ തുടങ്ങിയത്. പക്ഷെ പിന്നീട് അവർ ഭാഗ്യയിലേക്ക് വിളിച്ചായിരുന്നു. സിക്കന്ദറിന്റെ നെക്സ്റ്റ് ഷെഡ്യൂളിലും വിളിച്ചു. പോകാൻ പറ്റിയില്ല, നമ്മൾ തുടരൂരിൽ വർക്ക് ചെയ്യണോണ്ട് പോകാൻ പറ്റിയില്ല. ഓക്കെ. അപ്പൊ ഈ തുടരും ചെയ്തതിന് മുമ്പ് ഇങ്ങനെ പല ഫീൽഡ് പല ലാംഗ്വേജുകളിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ആയി അല്ലേ? അതൊരു മുതൽക്കൂട്ടാണ്. ഒരുപാട് എഡിറ്റിംഗ് പഠിച്ചതാണോ? എഡിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ AD ആയിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഡയറക്ടർ രാജേഷ് സാറ് പറഞ്ഞു, എനിക്ക് എഡിറ്റിങ്ങിലൊരു പ്രതീക്ഷയുണ്ട്, എഡിറ്റിംഗ് നീ ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് ഇങ്ങനെ പോയി നിൽക്കാറുണ്ട്. അപ്പോൾ വിഷ്ണു ശർമ്മ എന്ന് പറഞ്ഞ DOP, അദ്ദേഹം എഡിറ്ററും കൂടിയാണ്. അപ്പോൾ അദ്ദേഹവും എനിക്ക് കുറേ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹം ചെയ്യുന്ന ആഡൊക്കെ അദ്ദേഹം തന്നെ എഡിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കൂടെ ഇരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സും അതിൻ്റെ കൂടെ ആ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള എഡിറ്റേഴ്സും അവരുടെ കൂടെ സ്ഥിരമായിട്ട് നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓരോ കാര്യം എനിക്ക് എന്തറിയില്ലെങ്കിലും ചോദിക്കാൻ ഒരു മടിയില്ല. ഇപ്പോൾ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വരുന്ന കുട്ടികളുണ്ട്, അവരോട് ഞാൻ ചോദിക്കും. കാരണം അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരായിരിക്കും. അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അവരെന്തൊക്കെ പഠിച്ചു, ഞാൻ അതെല്ലാം ചോദിക്കും, ഞാൻ നോട്ട് ചെയ്ത് വെക്കും. എനിക്ക് കുറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അതെ, ഇപ്പോഴും ഞാൻ എന്താ പറയാ, ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം നമുക്ക് കിട്ടും. ചുമ്മാ നോക്കിയിരുന്നാൽ തന്നെ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായിരുന്നല്ലോ ഞാൻ നോക്കിയിരുന്നെങ്കിൽ പിന്നീട് തോന്നിയിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോഴേ ഒരു ജോണർ ഷിഫ്റ്റ് പോലെയാ പലപ്പോഴും ഫീൽ ചെയ്യുക. അതായത് ഭയങ്കര ഫീൽ ഗുഡ് ആയി തുടങ്ങി, പിന്നെ ഒരു കുറച്ച് കാറിന്റെ സീക്വൻസ് ഒക്കെ വരുമ്പോൾ വേറെ മൂടി പോയി, പിന്നെ അങ്ങ് വരുമ്പോ അങ്ങ് കത്തിക്കേറാണ്. ആ ഒരു ഡിസ്കഷൻ എങ്ങനെ ഷെഫീഖിന്റെ അടുത്തേക്ക് പറയുന്നതും? എനിക്ക് ഇത് ഞാൻ ഈ പടത്തിന്റെ സ്പോട്ട് എഡിറ്റർ ആയിട്ടാണ് ആദ്യം പടത്തിൽ വന്നിരുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ സ്ക്രീൻ പ്ലേ. ഞാൻ ചെല്ലുമ്പോൾ ഡയറക്ടേഴ്സിനോട് ചോദിക്കും, കഥ വായിക്കാൻ തരുമോ? ചിലവർ തരും, ചിലവർ അത് വേണ്ടെന്നും പറയും. അതെ. അപ്പോൾ കൂടുതലും എനിക്ക് തന്നിട്ടുണ്ട്, സ്ക്രിപ്റ്റ് വായിച്ചോളാൻ പറയും. ഫുൾ പടമൊക്കെ നമ്മൾ ചെയ്യുന്നെങ്കിൽ അവർ വായിക്കാൻ തരാറുണ്ട്. അല്ലാതെ പാച്ചായിട്ട് പോകുന്നതാണെങ്കിൽ അതിൻ്റെ ഞാൻ അങ്ങനെ ചോദിക്കാറില്ല, 2 ദിവസത്തേക്ക് വർക്കാണെങ്കിൽ. പക്ഷെ ഇതിൽ ഞാൻ ചോദിച്ചു, സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വർക്കായി. ഒരുപാട് ലേയേഴ്സുള്ള സ്ക്രിപ്റ്റാണ്. നമ്മൾ തുടങ്ങുന്ന പോലെ ആയിരിക്കില്ല ഓരോ സീൻ കഴിഞ്ഞു. അതേ സീൻ നമ്മൾ റിപ്പീറ്റ് വായിച്ച് ചെയ്യുമ്പോൾ വേറൊരു ഫീലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. അപ്പം അങ്ങനെ ഒരുപാട് ലേയേഴ്സ് ഉള്ളത്. അപ്പം ഞാൻ തരുൺ ചേട്ടനോടും സുനിൽ ചേട്ടനോടും രഞ്ജിത്ത് സാറിനോടും പറഞ്ഞു, എനിക്ക് ഭയങ്കര വർക്കായ സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമ്മൾ ആഗ്രഹിക്കില്ല, കൊതിക്കുന്ന സിനിമ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു സബ്ജക്റ്റായിരുന്നു. അപ്പോൾ തരുൺ ചേട്ടൻ പറഞ്ഞു, എനിക്ക് എന്തൊക്കെ ജോണർ ഇഷ്ടമെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ഷൻ, ത്രില്ലർ അങ്ങനത്തെ ജോണേഴ്സാന്ന് പറയുമ്പോൾ എനിക്ക് ഇതുപോലത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് അപ്പോൾ നമുക്കൊരു പരിപാടിക്ക് നോക്കാം എന്ന് തരുൺ ചേട്ടൻ എന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഇതിൻ്റെ എഡിറ്റിങ്ങിലേക്ക് നമ്മൾ മാറിയതിനു ശേഷം തരുൺ ചേട്ടനും രഞ്ജിത്ത് സാറിനും ഉണ്ടായിരുന്നൊരു ഫോക്കസ് എന്ന് വെച്ചാൽ നമ്മുടെ പടം കാണാൻ പറ്റുന്നത് ഫാമിലിയാണ്. ഫാമിലിക്ക് പടം മനസ്സിലാവണം എന്ന് പറഞ്ഞാൽ പ്രായമായവരുണ്ടാവും, മിഡ് ഏജിലുള്ളവരുണ്ടാവും, കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പടം കണക്ട് ചെയ്യണം. പടം തീരുമ്പോൾ അവർക്ക് ഒരു പടം കണ്ട ഫീലും വേണം. എന്താ പറയുക, ഒന്നും മനസ്സിലാവാതിരിക്കരുത്. എല്ലാ കാര്യങ്ങളും പടത്തിൽ ക്ലിയർ ആവണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്രേക്ഷകർ ഒരു 3 തരം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള 3 തരം പ്രേക്ഷകർ. ഒന്ന് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവർ, ഒന്ന് നമ്മുടെ കാലം 2 സീൻ മുമ്പേ സഞ്ചരിക്കുന്നവർ, 2 or 3 സീൻ മുമ്പേ സഞ്ചരിക്കും. ചിലർ നല്ല ഐക്യമുള്ള ഒരു 10 സീൻ മുമ്പ് സഞ്ചരിക്കും, കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ തരുൺ ചേട്ടൻ പറഞ്ഞു, ഈ 3 പേരെയും നമുക്ക് മാക്സിമം സംതൃപ്തിപ്പെടാൻ പറ്റുമെന്ന് നോക്കണം. ഒരുപാട് പിന്നെ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെങ്ത്തുള്ള പടമാണ്. ലെങ്ത്ത് ആൾക്കാർക്ക് അങ്ങ് മാക്സിമം ഫീൽ ചെയ്യാതിരിക്കാൻ ഫ്ലോയിനെ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരേ ഇൻഫർമേഷൻ ഒരുപാട് സ്പൂൺ ഫീഡ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സീനും പ്രോപ്പർ എൻഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം സീക്വൻസിനും പ്രോപ്പർ എൻഡ് ഞാൻ കൊടുത്തിട്ടില്ല. നെക്സ്റ്റ് സീനിലേക്ക് ഒരു ഓപ്പണിംഗ് പോലത്തെ ഒരു രീതിയിലാണ്. അതുകൊണ്ട് ഒരു സീനിൻ്റെ എല്ലാ സീനും അല്ല, ഒട്ടുമിക്ക സീനും പ്രോപ്പർ എൻഡ് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് സീനിലേക്ക് കയറും. അപ്പോൾ അതെല്ലാം ഈ കഥയുടെ ഒരു ഫ്ലോയിനെ നല്ല രീതിയിൽ, പിന്നെ ആ ട്രെയിലറോ ഒന്നും കണ്ടുവരുന്നവരല്ല, ഒന്നും അറിയാത്തവർക്ക് എങ്ങനെയായിരിക്കും പടം ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഫീൽ ഗുഡിൽ തുടങ്ങി. അന്നാ പടം തുടങ്ങുന്നത് ഫീലില്ല, ഒരു കെയോസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടങ്ങുന്നത് തന്നെ ഫസ്റ്റ് ഷോട്ട് തന്നെ ശബ്ദം കൊണ്ടും വിഷ്വൽ കൊണ്ടും ആൾക്കാരെ ഫസ്റ്റ് സീക്വൻസിൽ തന്നെ ആൾക്കാർ പടത്തിൽ ഇന്നാവും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ വിചാരിച്ച സംഭവം അല്ലല്ലോ എന്ന് തോന്നണം. എന്ന് പറഞ്ഞാൽ ലാൽ സാറിന്റെ ടൈറ്റിൽ കാർഡ് തൊട്ട് ലാൽ സാർ എന്താണ് നമ്മൾ പടത്തിൽ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ലാൽ സാറിന്റെ ടൈറ്റിൽ കാർഡ് ഉണ്ട്.
അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞ 9ാമത്തെ ഷോട്ട് അത്. അതിൽ നമ്മൾ ലാൽ സാറിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചിട്ടുണ്ട്. അത് പടം തീരുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്യും ലാൽ സാർ ഇതിൽ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു നമ്മൾ എഡിറ്റും എല്ലാം നമ്മൾ ഫ്ലോ സെറ്റ് ചെയ്തത്. ഇതിലെ കൺമണി പൂ എന്ന് പറഞ്ഞ സോങ് അത് എത്ര മിനിറ്റ് ഉണ്ടാവും? അങ്ങനെ ആലോചിച്ചില്ല കേട്ടോ. ഓക്കെ, അത് 2-3 minutes അല്ല, 6 മിനിറ്റ് സംതിങ് ഉണ്ട്. അതെ, പക്ഷെ പടം കണ്ട് ആർക്കും അത് ഫീൽ ചെയ്തില്ല. കാരണം ലാൽ സാറാണ് നിറഞ്ഞു നിൽക്കും. അതെ. അപ്പോൾ ലാൽ സാറിനെ പണ്ട് ഒരു ആൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ലാൽ സാറിനെ എത്ര നേരം വേണമെങ്കിലും ആൾക്കാർ സ്ക്രീനിൽ കണ്ടിരിക്കാൻ ഇഷ്ടമാണ്. നല്ലൊരു കണ്ടന്റ് കൂടി ഉണ്ടെങ്കിൽ അങ്ങ് നിറഞ്ഞു നിൽക്കും. അപ്പോൾ ലാൽ സാർ ശോഭന മാം കോംബോ വരുമ്പോൾ ആൾക്കാരത് അങ്ങ് ഇരിക്കുക. പിന്നെ നല്ലൊരു പാട്ടും നല്ല സിറ്റുവേഷൻസും, ആൾക്കാർ ഫാമിലി തന്നെ ആ പാട്ടിൽ തന്നെ ഫാമിലി ഇന്നായി. 6 മിനിറ്റ് ഉണ്ട്. കാരണം കുറെ കാലത്തിന് ശേഷമായിരിക്കും ഇത്രയും ലെങ്ത് ഉള്ളൊരു പാട്ട് സിനിമയിൽ. അത് ഒരു പാട്ട് കഴിഞ്ഞ് ഒരു തുടക്കത്തിൽ തന്നെ വരുന്നത്. അപ്പൊ അതൊക്കെ നമുക്കും ഒരു ഭയങ്കര കൗതുകമായിരുന്നു. കാരണം ഇത് വർക്ക് ആവും. ഒരു സംശയം ഉണ്ടായിരുന്നു, അതായത് ഇപ്പത്തെ ആൾക്കാർക്ക് ഈ പാട്ടൊന്നും അങ്ങനെ വർക്ക് ആവാറില്ല, പാട്ടിന്റെ ആവശ്യമുണ്ടോ എന്ന് വരെ ചോദിക്കാം. അതെ അതെ, അതും ഓപ്പണിംഗിൽ തന്നെ 2 പാട്ട് പെട്ടെന്ന് പോകുമ്പോൾ നല്ല പ്രതീക്ഷയായിരുന്നു. ആൾക്കാർക്ക് ഇഷ്ടമാകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നമ്മൾ ഇതിൽ വർക്ക് ചെയ്തത്. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിഷ്ടമായി, നമ്മൾ എന്താ നമ്മളെന്ന് പറഞ്ഞാൽ എനിക്കും ഡയറക്ടർ, പ്രൊഡ്യൂസർ, ക്യാമറമാൻ എല്ലാവരും കണ്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും വർക്കാണ്. അവരും ഈ സിനിമയുടെ ഫാൻസാണ്. എന്ന് പറഞ്ഞാൽ സുനിലേട്ടൻ്റെ ഒരു 12 വർഷക്കാലമായിട്ട് കൊണ്ടുകിടന്ന കഥയാണ്. അതിലേക്ക് ഒരു 8 വർഷത്തോളം അതിലുപരി യാത്ര ചെയ്തൊരു മനുഷ്യനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ രഞ്ജിത്ത് സർ. രജപുത്രയുടെ ബാനറിൽ ഈ പടം പണ്ട് തൊട്ടേ അനൗൺസ് ചെയ്യുന്നുണ്ട് പലവരുടെ പേരിൽ. പക്ഷെ അത് തരുൺചന്റെ കയ്യിലെത്തിയപ്പോൾ സിനിമയായി. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. അവർ അത്രയും ശ്രദ്ധയോടുകൂടിയാണ് ഈ സിനിമ സമീപിച്ചിട്ടുള്ളത്. അത്രയും ആഗ്രഹവും പ്രതീക്ഷയുള്ള സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ നമ്മുടെ കൈകളിലേക്ക് തരുമ്പോൾ അത്രയും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. ആ ഒരു രീതിയിൽ തുടങ്ങിയതാണ്. സീൻ 1 തൊട്ടാണ് ഞാൻ ഇതിൻ്റെ എഡിറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർഡർ തന്നെയാണ് എഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെഡ് ലൈൻ ഒക്കെ ഉണ്ടായിരുന്നു, പടം ഇന്ന സമയത്ത് തീർക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നോട് തരിഞ്ഞേട്ടൻ പറഞ്ഞു, ഫസ്റ്റ് കട്ട്, സെക്കൻഡ് കട്ട്, തേർഡ് കട്ട് അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട, ഒറ്റ കട്ട്, ഫൈനൽ കട്ട്. നമുക്ക് ആ കട്ടിൽ തന്നെ നമുക്ക് ഡബിലേക്കും പോവാം. അതെ അതെ അതെ, അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ട്. നമ്മൾ ഒരു സീക്വൻസ് ചെയ്യും, അദ്ദേഹം വന്ന് കാണും, കറക്ഷൻസ് പറയും, എന്നിട്ട് അതിന് അല്ല ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ്. തുടക്കം മുതൽ തന്നെയാണ് ചെയ്തത്, ഫസ്റ്റ് സീൻ മുതൽ. ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ സീക്വൻസ് ആയല്ലോ. പിന്നെ നമ്മൾ ഓർഡറിൽ സീനും സെറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡബ് വരെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് കൊടുത്തത്. ഡബ് കട്ട് വരെയും ലാൽ സാർ എല്ലാം ഡബ് ചെയ്തത് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റില്ല. അല്ലാതെ ലൂസായിട്ട് ഡബ് കട്ട് ചെയ്തിട്ടില്ല. കാരണം നമുക്കിങ്ങനെ പോയാൽ മതി എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സാധാരണ നമ്മൾ ഓരോ വേർഷൻ കട്ട് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വരാം. ഇത് തുടക്കത്തിലെ ടൈറ്റ് ചെയ്താണ് നമ്മൾ പോയത്. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് എക്സ്പീരിയൻസ് നല്ലത് ആദ്യം ചെയ്യുന്ന പോലെ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി പിന്നെയും കണ്ട് പക്ഷെ ഇതൊരു രസമുള്ള ഓരോ പടത്തിനും ഓരോ ഫീലാണ്. ഈ പടത്തിന് എനിക്ക് അതുപോലത്തെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. തരുൺ ചേട്ടനും എല്ലാവരും എനിക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് തന്നായിരുന്നു. അത് ഇപ്പൊ നമ്മള് അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പല സീക്വൻസുകളും ചിലപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ, ഇപ്പൊ സാധാരണ സിനിമകളിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീക്വൻസും വെച്ച് പടം ഡയറക്ടറെ കാണിച്ച് ഇത് വർക്കായില്ല എന്നുള്ള രീതിയിൽ പതുക്കെ അവരുടെ മൂഡും മാറ്റിയാണ് നമ്മൾ എടുക്കുക. തുടക്കത്തിൽ നമ്മൾ ഇതെല്ലാം മാറ്റിയിട്ട് കാണിക്കുമ്പോൾ അവർക്കത് ഓക്കെയാണ്. അപ്പോൾ അവരും അത് ഇഷ്ടപ്പെട്ടിരുന്നു. അതാണ് എനിക്കൊരു ധൈര്യം കിട്ടിയത്. കാരണം ഓരോ സീക്വൻസും കഴിഞ്ഞിട്ട് തരുൺ ചേട്ടൻ തരുന്നൊരു ഊർജ്ജമുണ്ട്. നമുക്കതൊരു ഭയങ്കര എന്താ പറയാ, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പുള്ളിക്ക് ആ സീക്വൻസ് കണ്ട് നമുക്ക് വർക്കായില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പറയും, എന്തുകൊണ്ട് വർക്കായില്ല, അതൊന്നുകൂടി റീവർക്ക് ചെയ്യണം എന്നുള്ളത് പറയും. അതുപോലെ തന്നെ ഒരു സീക്വൻസ് കഴിഞ്ഞപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞാൽ രഞ്ജിത്ത് സാറിനെ കൊണ്ടുവന്ന് കാണിക്കും. അപ്പോൾ സാറിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പോൾ കാരണം സാറെല്ലാവരും ഇത് മനസ്സിൽ ഒരുപാട് കാലം കൊണ്ടുവരുന്ന സിനിമയാണ്. അപ്പോൾ സാറ് പറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഷാജി സാറ് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ വിജയമായി മാറിയത്. ഈ ഇതിപ്പം സ്പോട്ട് എഡിറ്റിലാണല്ലോ ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ എത്ര സീനുകൾ അന്ന് ചെയ്തിരുന്നു ഏകദേശം? ഞാൻ ലാസ്റ്റ് ഷെഡ്യൂളിലായിരുന്നു ചെയ്തത്. ഫസ്റ്റ് ഷെഡ്യൂളിൽ വേറൊരു സുഹൃത്തായിരുന്നു ചെയ്തത്. ലാസ്റ്റ് ഷെഡ്യൂളിൽ വന്നപ്പോൾ എനിക്ക് ഏകദേശം 1 മാസത്തിന് മുകളിൽ, 1 മാസം ഈ പടത്തിന്റെ കൂടെയാണ്. അന്ന് തൊട്ട് ഈ റിലീസ് വരെയും ഷൺമുഖിന്റെ കൂടെ ഉണ്ട്. ഈ സ്പോട്ട് എഡിറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് എപ്പോഴും തോന്നുന്നുണ്ട്, ഈ സ്പോട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സീക്വൻസ് കംപ്ലീറ്റ് അല്ലേ അന്ന് ഷൂട്ട് ചെയ്യുന്നത്? ഇത് ബേസ് ചെയ്തിട്ട് തന്നെയാണോ മെയിൻ എഡിറ്റേഴ്സ് ചെയ്യുക?
ഡിപ്പെൻസ്. അത് ഓരോ എഡിറ്റേഴ്സിന് നമ്മളിപ്പോൾ സ്പോട്ടിൽ ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ ഫൈനലായിട്ടുള്ള ഷോട്ട്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡയറക്ടറിന്റെ അനുവാദത്തോടുകൂടി ചെയ്യുക. ക്യാമറ ഔട്ടാണോ? ആ ക്യാമറ നേരിട്ടുള്ള ഒരു മോണിറ്റർ ഔട്ട് എടുത്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഡയറക്ടർ കാണും. അങ്ങനെ ഒരു ഷോട്ട് ചെയ്ത് തുടങ്ങി നമ്മൾ ഒരു ഫുൾ പടം തന്നെ സ്പോട്ടിൽ നമ്മൾ ചെയ്ത് തീർക്കും. പക്ഷെ അത് സ്ക്രീൻ പ്ലേ അനുസരിച്ചുള്ള സീൻസ് ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ചില എഡിറ്റേഴ്സ് ഇത് ഫോളോ ചെയ്തിട്ട് റെഫറൻസ് വെച്ചിട്ട് കട്ട് ചെയ്യും. ചിലവർ അതും ചെയ്യത്തില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്യും. പക്ഷെ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ടേക്സ് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അസിസ്റ്റൻസിനെ എല്ലാം മാർക്ക് ചെയ്യുമ്പോഴും ഇതേ ഓർഡർ തന്നെ ആയിരിക്കും വരിക. അതിനുശേഷം അവർ റീ എഡിറ്റ് ചെയ്യും. നമ്മളിപ്പോൾ പക്ഷെ ഇത്രയും ഷോർട്സ് വേണ്ടി വരില്ല, ചിലപ്പോൾ ഇത്രയും ഈ സീൻ വേണ്ടി വരില്ല. അതെല്ലാം ഡിസൈഡ് ചെയ്യുക. പിന്നെ സിനിമയുടെ ഒരു താളം, ഡിസൈൻ എങ്ങനെ വേണം, ഇമോഷണലി ഈ പടം കാണണം എന്ന് വിചാരിക്കുന്നത് മെയിൻ എഡിറ്റർ ആയിരിക്കും. അദ്ദേഹത്തിന്റെ കോളാണ് ബാക്കിയെല്ലാം. ഇപ്പൊ രണ്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഈ സ്പോട്ട് എഡിറ്റ് ചെയ്ത് അത് നോക്കി ചെയ്യുന്നതാണോ ഷെഫീഖിന് സൗകര്യം, അല്ലെങ്കിൽ അത് വിട്ടിട്ടെ ഒരു പുതിയ രൂപത്തിൽ എഡിറ്റിംഗ് ടേബിളിൽ വന്ന സിനിമ കണ്ട് ചെയ്യുന്നതാണോ? രണ്ടിലും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ രണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ തന്നെ സ്പോട്ട് ചെയ്ത വർക്ക് എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിലെല്ലാ ഷോട്ടും കാര്യങ്ങളും എല്ലാം എനിക്ക് അറിയാം. അത് എങ്ങനെ എടുത്തിട്ടുണ്ട്, ഏറ്റവും ബെസ്റ്റ് ഷോട്ട് ഏതാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തുകൊണ്ട് ഈ ഷോട്ട് വെച്ചു, എന്തുകൊണ്ട് ആ ഇമോഷണൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ലൈവ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നീ സ്പോട്ട് ചെയ്യുന്ന പടം എഡിറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന പടം സ്പോട്ട് ചെയ്യരുതെന്ന്. കാരണം ജഡ്ജ്മെന്റ് പാടും എന്ന് പറഞ്ഞു. ഇതിലുള്ള മെയിൻ സീക്വൻസുകൾ പലതും എനിക്ക് സ്പോട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഭരതനാട്യം ഫുള്ള് ഞാൻ സ്പോട്ട് ചെയ്തത്, ഫുൾ പടം ഞാൻ സ്പോട്ട് ചെയ്തു. ഇല്ല, അത് എനിക്കത് ദൈവാനുഗ്രഹം ആണോ എന്തോ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അങ്ങനെ പുതിയ രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കാറുണ്ട്, പറ്റാറുമുണ്ട്. കാരണം ഞാനൊരു ബ്രേക്ക് ചെയ്യും, എന്നിട്ട് ഞാൻ വന്നിട്ട് എഡിറ്റ് തീർക്കാറുണ്ട്. ഇപ്പോൾ തുടരൂരിലെ ഇന്റർവൽ സീക്വൻസ് ഒക്കെ നമ്മൾ സ്പോട്ടിലുള്ള സെയിം കട്ടുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഏരിയ ഒക്കെ നമ്മൾ അതുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്കങ്ങനെ പിന്നെ ഞാൻ മാക്സിമം സ്പോട്ടിൽ ചെയ്യുമ്പോൾ മാക്സിമം ട്രിം ചെയ്ത് നമുക്ക് ഓരോ ഡയറക്ടേഴ്സ് ഓരോ ഫ്രീഡം തരും. അപ്പോൾ അവർക്ക് അത് പ്രശ്നമാവാത്ത രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കും. അപ്പോൾ എനിക്ക് മാക്സിമം ടൈറ്റ് ചെയ്ത് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കാണിക്കാറുണ്ട്. ഇപ്പൊ സ്പോട്ട് ചെയ്യുമ്പോഴും ഡയറക്ടേഴ്സ് ആയിട്ടാണല്ലോ അല്ലേ, ഒരു എഡി പോലെ തന്നെയാണല്ലോ, അല്ലാണ്ട് എഡിറ്റേഴ്സ് ആയിട്ടുള്ള ഇതിനേക്കാൾ ഉപരി എഡിറ്റേഴ്സും നമ്മളെ നിരന്തരം കോണ്ടാക്റ്റിലുണ്ടാവും. ആ സീക്വൻസുകളൊക്കെ ഇപ്പൊ ഡെയിലി അയച്ചു കൊടുക്കേണ്ടി വരും. എന്തെങ്കിലും വലിയ സീക്വൻസുകൾ വരുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ അതിന് എക്സ്ട്രാ ഷോർട്സ് വേണമെങ്കിൽ നമ്മളോട് പറയും. അത് നമ്മൾ ഡയറക്ടറോട് പറയും. ചിലപ്പോൾ അവർ ഡയറക്ടറോട് നേരിട്ട് വിളിച്ച് പറയും. ഞാൻ എപ്പോഴും ഈ ഡയറക്ടറും എഡിറ്ററുമായിട്ട് എപ്പോഴും നിരന്തരം കോണ്ടാക്റ്റിലുണ്ടാവും. കാരണം അവർക്കാണ് ഈ സിനിമയുടെ കാര്യങ്ങൾ വേണ്ടത്. ഒരു ജോലി മൂഡിൽ ഞാൻ ഇതുവരെ ട്രീറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ വർക്കിനെ. കാരണം എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ അപ്പം തന്നെ ഡയറക്ടറോട് പറയാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ എഡിറ്ററോട് വിളിച്ച് സംസാരിക്കും. ചേട്ടാ ലീക്ക ഇങ്ങനെ ഒരു പരിപാടി തോന്നി, ഒന്ന് ഞാൻ അയച്ചു തരട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവർ അത് കാണും. അപ്പോൾ അത് ആ ഡിസ്കഷനിലേക്ക് അത് പോകും. പിന്നെ കൂടുതലും ഡയറക്ടറോട് നമുക്ക് സംസാരിക്കാനുള്ള ഫ്രീഡം ഒക്കെ അവർ കിട്ടാറുമുണ്ട്. അപ്പോൾ ചില ഡയറക്ടേഴ്സ് നമ്മൾ അധികം നമ്മളോട് ചോദിക്കും, ഇത് മതിയില്ലേ എന്നുള്ള രീതിയിൽ, നമുക്ക് വേറെ എക്സ്ട്രാ ഷോട്ട് വേണോ. അപ്പോൾ നമ്മൾ പറയും. ചിലവരോട് നമ്മളത് പറയുമ്പോൾ ചിലർക്ക് അത് ഒരു ബാഡായിട്ടും വരുമെന്ന് നമ്മൾ പറയാറില്ല. അപ്പം നമ്മൾ അസോസിയേറ്റിനോടൊക്കെ ഡിസ്റ്റൻസ് സൂചിപ്പിക്കും. മോഹൻലാൽ എന്നൊരു ആക്ടറെ ആക്ഷൻ സീനുകൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോഴേ ഈ ആക്ഷൻ ചെയ്യുമ്പം നമ്മൾ ഓർക്കുമല്ലോ ഇത് കുറച്ച് പുതുതായി ചെയ്യുക. അതിൽ ഒരു എഡിറ്റർ എന്ന രീതിയിൽ എങ്ങനെയാ അത് സമീപിച്ചത്? അത് ഡയറക്ടറിന്റെ ഇതാണ്. കാരണം ഈ പടത്തില് നായകന് ഫൈറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു തളർച്ച ഉണ്ടാവണം, ഒരു റോ കൈൻഡ് ഓഫ് ഫൈറ്റ് ആവണം, ഈ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോകരുത് എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. എങ്കിലും ഒരു സ്റ്റേഷനിലുള്ളൊരു എപ്പിസോഡിൽ ഒരു സ്റ്റാർഡം സാധനമുണ്ട്. അപ്പോൾ എല്ലാം ഒരു കോർത്തിണക്കി തരഞ്ചേട്ടൻ്റെ വർക്കായിരുന്നു അതിൽ. തരഞ്ചേട്ടനും മാസ്റ്റർ സ്റ്റെൻ സിൽവം എന്ന് പറഞ്ഞ മാസ്റ്ററിനുമായിട്ടുള്ള ഡിസ്കഷനിൽ വന്നതാണ്. അതിൽ നമുക്ക് തരുന്ന ഔട്ട്പുട്ടിനെ എത്ര മാക്സിമം നമുക്ക് എനർജിയിൽ കാണിക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു. പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യണം ഓരോ പഞ്ചും എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനെ വളരെ സപ്പോർട്ട് ചെയ്ത് വിഷ്ണു ചേട്ടൻ്റെ സൗണ്ട് ഡിസൈനാണ്, പിന്നെ ജയ്ക്ക് ചേട്ടൻ്റെ മ്യൂസിക്കും. തിയേറ്ററിലെല്ലാം കത്തിക്കുവാണ് അവരുടെ സംഗീതവും സൗണ്ട് ഡിസൈനും. ഇപ്പം ഇതിനകത്ത് ഇമോഷണൽ സീൻ ഒരുപാടുണ്ട്, ആക്ഷൻ സീനുകളുണ്ട്, പിന്നെ സാധാരണ കുറുമ്പ് കുസൃതി മോഹൻലാലുണ്ട്. അപ്പം ഷെഫീഖിന് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? അത് ഏതിലായിരുന്നു കൂടുതൽ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പടത്തിന്റെ വിഷ്വലാണ്. വിഷ്വലി ഒരു കഥ പറഞ്ഞിട്ടുണ്ട്.
ഏതൊരു ഇമോഷനും അനുസരിച്ച് കളർ പാലറ്റും കാര്യങ്ങൾക്കും അനുസരിച്ച് ഒരു മാറ്റം വരുത്തുന്നുണ്ട്. അത് ഷാജി സാറ് ഗംഭീരമായിട്ട് വിഷ്വലി ഒരു നമുക്ക് ഫീൽ ചെയ്യും. ഒരു മ്യൂസിക്കും ഇല്ലാതെ കണ്ടാലും ആ പടത്തിൻ്റെ ഫീൽ നമുക്ക് കിട്ടും. അത് പെർഫോമൻസിൽ തരുൺ ചേട്ടൻ നേടിയെടുത്തിട്ടുണ്ട്. ഓരോ ചെറിയ ആർട്ടിസ്റ്റിൽ നിന്നും വലിയ ലാൽ സാറിൽ നിന്ന് വരെയും നമുക്ക് ഇങ്ങനെ കൊതി തരുൺ ചേട്ടൻ ഇങ്ങനെ സീൻസ് എടുത്തുകയാണ് നമുക്ക് കൊതിയാവും. ഓരോ ആർട്ടിസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഓരോന്നും എടുക്കുന്നത്. പ്രകാശ് സാറ് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് വരുന്നു. അത് തരുൺ ചേട്ടൻ. പിന്നെ ഇതിലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് മെറ്റഫറായിട്ട് കഥ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. പ്രകൃതിയും ഷൺമുഖനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഷൺമുഖന്റെ ഇമോഷൻ അനുസരിച്ച് പ്രകൃതിക്കും മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. കാരണം ഒരു കഥാപാത്രത്തെ പ്രകൃതിയുമായി കണക്ട് ചെയ്യുക. അതിൽ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ബിനി ചേട്ടൻ്റെ ക്യാരക്ടർ, പ്രകാശ് വർമ്മ സാറിൻ്റെ ക്യാരക്ടർ, ലാൽ സാറിൻ്റെ ക്യാരക്ടർ. 3 അനിമലായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഒരു ആന, ഒന്നൊരു പാമ്പ്, ഒന്നൊരു കുറുക്കൻ. അപ്പോൾ ഒരു വോൾഫ് മീറ്ററിലാണ് ഓരോ ക്യാരക്ടറും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് സൗണ്ടിലും മ്യൂസിക്കിലും അതിനെ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഒരുപാട് ഇൻസ്റ്റാ പോസ്റ്റുകളിലും FBയിലൊക്കെ ആൾക്കാർ ഇന്ന ക്യാരക്ടർ ഇന്ന ഒരു മെറ്റഫറാണെന്നുള്ള രീതിയിൽ ഫോട്ടോസൊക്കെ വരുന്ന കാണുന്നുണ്ട്. ഈ ഇമോഷണൽ സീനുകൾ നമ്മൾ പുള്ളിയുടെ ഭയങ്കര സട്ടിലായ സീനുകളൊക്കെ എത്രയോ കണ്ടിരിക്കുന്നു. ഇതിനകത്ത് അങ്ങനെ പെർഫോം ചെയ്യേണ്ട ഒരുപാട് അല്ലെ മൊമെന്റ്സ് ഉണ്ട്. പല നിർണായക മൊമെന്റ്സിലും ഉള്ള എക്സ്പ്രഷൻസ്. അത് ഈ ഒറ്റ ടേക്ക് ആയിരുന്നോ അല്ലെ പല ഷോട്ടുകൾ ഉണ്ടായിരുന്നോ? ആണല്ലേ? സാറ് ക്യാരക്ടറായിട്ട് അങ്ങ് നിൽക്കുമായിരുന്നു. അതിൽ തരുൺ ചേട്ടൻ ഭയങ്കര രസമായിട്ട് കഥാപാത്രങ്ങളെ ഓരോ ക്യാരക്ടേഴ്സിനും പറഞ്ഞു കൊടുക്കും. അതിൽ ഒരു സീക്വൻസിൽ കരയുന്നതിന് പറഞ്ഞു കൊടുത്തത് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതിനെന്തായിരുന്നു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവാതെ. ഞാൻ ഓരോ സീൻ കഴിയുമ്പോൾ ഇങ്ങനെ ചോദിക്കും, ചേട്ടൻ എന്താണ് ഈ ക്യാരക്ടർ എന്ന് ഇന്ന എപ്പിസോഡിൽ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു കരച്ചിട്ട് വന്നിട്ട് വോമിറ്റ് ചെയ്യാൻ വരുവാണ്, ശ്വാസം മുട്ടൽ പോലെ. അത് സ്ക്രീനിൽ നമ്മൾ ആ ഒരു മഴയത്തൊരു എപ്പിസോഡുണ്ട്. കാരണം അതിനു മുമ്പ് അങ്ങനത്തെ ലാൽ സാർ കരയണ അല്ലെങ്കിൽ ഇമോഷണൽ ആവുന്നത് ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ അതിനുശേഷമുള്ള ലാൽ സാറിന്റെ ഓരോ സിനിമകളിലും ഒരു പ്രത്യേക കരച്ചില. ഇതിലെ കരച്ചില് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് കുറച്ച് ലൗഡ് ആയിട്ടും കൂടി ട്രീറ്റ് ചെയ്തല്ലേ? ഇപ്പൊ ആ ബാത്റൂമിലെ സീനിലേക്ക് വരുമ്പോഴേ നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതൊരു മോളെന്നുള്ളൊരു ഷോട്ടാണ്. ആ ഒരു ഡെപ്തും അതിനിടയ്ക്ക് ആ ഒരു കരച്ചില്, ആ ബാത്റൂമിന്റെ ഒരു ഇടുക്കം, എല്ലാം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് കിട്ടി. നമ്മൾ ലാൽ സാർ എന്താണോ കൊടുത്തത് എല്ലാം കിട്ടി. തമാശ ആയിക്കോട്ടെ, ഇമോഷണൽ ആയിക്കോട്ടെ, ഒരു എന്താ പറയാ എനർജി തരുന്നതായിക്കോട്ടെ, ഓരോ അമ്മമാര് കൈയടിക്കുവാണ്. ഇപ്പോൾ നമ്മൾ ലാൽ സാറിന്റെ ഫാൻസ് ആണ് നമ്മൾ കൂടുതൽ ഭൂരിഭാഗം വരും. അവര് കൈയടിക്കുന്നതിൽ ഉപരി പ്രേക്ഷകർ, അമ്മമാര്, വീട്ടമ്മമാര്, അച്ഛന്മാര്, പ്രായമായവർ, എന്തോരം ആൾക്കാരെ സിനിമ കാണാൻ വന്ന് നമ്മൾ ഓരോ വീഡിയോ കാണുന്നില്ലേ, വീട്ടിലെ അപ്പൂപ്പൻ അമ്മൂമ്മ ഇവരെല്ലാം ലാൽ സാറിനെ കാണാൻ വരുക. അവരുടെയൊക്കെ എനർജി. ഞാൻ ഇന്നലെ വൈഫായിട്ട് പെരുമ്പാവൂർ ആശ്വാദത്തിലെ പടം കണ്ടേ. ഓരോ ചേച്ചിമാരുടെ കൺതടത്തിലേക്ക് ഇങ്ങനെ നനവൊക്കെ ആയിട്ട് ഓരോരുത്തർ പോകുന്നത്. സത്യം പറഞ്ഞാൽ അതിനുശേഷം 11 മണിക്ക് ഷോ ഉണ്ട്. ബാക്കി കുറച്ച് പേർക്ക് കൂടി ടിക്കറ്റ് കിട്ടാനുണ്ടായിരുന്നില്ല, ടിക്കറ്റ് ഉണ്ടായില്ല. ഇനി വ്യാഴാഴ്ചത്തേക്കാണ് ടിക്കറ്റ് ഓപ്പൺ ഉള്ളതെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമ്മുടെ പടത്തിന് ടിക്കറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വളരെ വലുതാണ്. ഇപ്പൊ ആദ്യം പറഞ്ഞല്ലോ ഈ സ്റ്റണ്ട് അക്ഷൻ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ടർബോയില് കണ്ടു, ഇപ്പം ഇതില് മോഹൻലാലിന്റെ കണ്ടു, അങ്ങനെ പല സിനിമകളിൽ വർക്ക് ചെയ്തു. അപ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ കോരിത്തിരിപ്പിച്ച ഒരു ആക്ഷൻ അത് ചെയ്യുന്നൊരു ആക്ടർ ആരായിരിക്കും? എനിക്ക് വളരെ ഇഷ്ടമുള്ളത്, ഞാനിപ്പോൾ ഫസ്റ്റ് ആക്ഷൻ ചെയ്ത് മിന്നൽ മുരളിയിലാണ്. അതിൽ ബോഡി ടച്ച് ചെയ്യാത്തൊരു ആക്ഷനാണ്. സൂപ്പർ പവേഴ്സ് വെച്ചിട്ടുള്ള ടോവിച്ചേട്ടനും ഗുരുസാറും കൂടിയാണ്. അത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ഫൈറ്റ് വരുന്നത് മോൺസ്റ്ററിലാണ്. അതിൽ ലാൽ സാറും 2 സ്ത്രീകളുമായിട്ടൊരു ഫൈറ്റ് ഉണ്ട്. ഹണി റോസ് മാമും പിന്നെ മറ്റേ അതെ ഒരു ഫൈറ്റ് സീൻ നല്ല രസമുള്ള ഫൈറ്റാണ്. അപ്പോൾ അതിലാണ് ഞാൻ ബോഡി ടച്ച് ചെയ്തിട്ടുള്ളൊരു ഫൈറ്റ് സീക്വൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫൈറ്റ് എഡിറ്റ് ചെയ്യണത്. അപ്പോൾ അതാണ് സെക്കൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഷെമീർക്കാരുടെ അടുത്ത് ഇങ്ങനെ കുറേ ടിപ്സ് ചോദിക്കും. അപ്പോൾ ഇക്ക പറഞ്ഞു തരും. അപ്പോൾ ഞാൻ ചെയ്യും, എന്നിട്ട് ഇക്കാനെ കാണിക്കും. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് കാണിക്കും. അപ്പോൾ ലാൽ സാറിൻ്റെ എനർജി ഭയങ്കര രസമാണ്. ഭയങ്കര ഓടി നടന്ന് ഫൈറ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ വേറെ കുറച്ച് പടങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് ടർബോയിൽ വരുന്നത്. ടർബോയിൽ ഇന്ന് വരെയും കണ്ടിട്ടുള്ള മമ്മൂക്കായനല്ല ടർബോയിൽ കാണുന്നത്.
ഇത്ര എന്ന് പറഞ്ഞാൽ ടർബോയിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ്സ് ഫൈറ്റിനാണ് പോയിട്ടുള്ളത്. ഫൈറ്റിന് വേണ്ടി വൈശാഖ് സാറ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്തു. നമുക്ക് ഓടി നടന്നിട്ടീനെ ഭയങ്കര നമ്മൾ ഇതുവരെ നമുക്ക് ഇതിനു മുമ്പ് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ടർബോയുടെ ഫൈറ്റ് പീക്കാ, ഭയങ്കര രസം. നമുക്ക് എത്ര പേര് ക്ലൈമാക്സ് ഒക്കെ ഇങ്ങനെ ഘോഷയാത്രയായിരുന്നു ഓരോരുത്തർ വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് ഏരിയയിൽ നിൽക്കുവാണ്. കാരണം അവരുടെ ഏജ് നോക്കണം, ആ ഏജിലും മിഡ് നൈറ്റിലേക്കാണ് ഈ രണ്ട് ആൾക്കാരുടെയും ഫൈറ്റ് നടക്കുന്നത്. ഒരു അവിടെ ആ എനർജി നിൽക്കുക. ലാൽ സാർ ഇതിൽ രാത്രി 7 മണിക്ക് മഴ നനയാൻ തുടങ്ങിയ 4 മണി വരെ മഴയത്താ ക്ലൈമാക്സ്. അപ്പം ഞാൻ ആ സമയത്തുണ്ട് അവിടെ. അപ്പം നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ കാണും. അപ്പോൾ ഷോട്ട് കഴിഞ്ഞാൽ മഴ ഓഫ് ആക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ലാൽ സാർ നനഞ്ഞ ഡ്രസ്സിൽ ഇങ്ങനെ പോയി അവിടെ എവിടെ ഇരിക്കും. പനിയൊന്നും വന്നില്ല? പനി ഉണ്ടായിരുന്നു. സെക്കൻഡ് ഡേ പനി വന്നു. പക്ഷെ ആരോടും പറഞ്ഞില്ല, പുള്ളി വന്നങ്ങ്. അപ്പോൾ രാത്രി 2 മണി 1 മണിക്ക് 3 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഓരോ അരമണിക്കൂറിൽ ഷോട്ട് ആക്റ്റീവായിട്ട് വരും. അപ്പോൾ അതിങ്ങനെ പ്രോസസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു 2 മണിക്കാകുമ്പോൾ നമുക്ക് തന്നെ തണുത്ത് നിൽക്കുമായിരിക്കും. അപ്പോൾ ബോഡിയിലേക്ക് ഇങ്ങനെ ഷവർ ചെയ്യുമ്പോൾ ഒരു ഷിവറിങ് ഉണ്ട്. മനുഷ്യനല്ലേ ഈ പ്രായം. പക്ഷെ അതിനുശേഷം ആക്ഷൻ എന്ന് പറയുമ്പോണ്ടല്ലോ നമ്മൾ ഞെട്ടിപ്പോവും. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് ഒരു ഫീൽ. അതെ അതെ, സത്യം പറഞ്ഞാൽ നമ്മള് ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്നും അല്ല ഇവരുടെ. അതെ, കാരണം അവർക്ക് സിനിമയുടെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ സീൻ കഴിഞ്ഞിട്ട് മോണിറ്ററിൽ അത് കാണാൻ വരും. അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്ത് ഹെഡ്സെറ്റ് വെച്ച് കണ്ടോളം പറയും, വേണ്ട മോന്റെ ഹെഡ്സെറ്റ് കേടാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, സാറ് കാണണമെന്ന് പറഞ്ഞ് ഞാൻ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ഫൈറ്റിന്റെ ഒക്കെ എന്തെങ്കിലും റെഫറൻസ് വെച്ചിട്ട് മ്യൂസിക് ചെയ്തിട്ടായിരിക്കും ഞാൻ കാണിക്കും. സാറിന് ഒരു ഭയങ്കര കൗതുക. അത് കണ്ടിട്ട് സാറ് വീണ്ടും എനർജിയാ. സാർ അത് പോയി ചെയ്യണതാണ്. അപ്പോൾ എന്താ പറയാ, അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ ഓരോ ദിവസം എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും ഓരോ ഇടവേളകളിൽ സാർ അത് കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ. സിനിമ കഴിഞ്ഞിട്ടേ കണ്ടിട്ട് സംസാരം ഉണ്ടായോ? നിങ്ങൾ തമ്മിൽ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തോ? സിനിമയുടെ എഡിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രോമോ സോങ് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ലാൽ സാറായിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഞാൻ എഡിറ്റിന്റെ ഒരു എക്സ്പീരിയൻസും എനിക്ക് ഉണ്ടായിരുന്ന ഫീലിങ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ മോനെ ആ സീനോ, അപ്പോൾ സാറ് ചോദിക്കും അപ്പോൾ ഈ സീൻ എന്താ തോന്നി എന്നൊക്കെ ചോദിക്കുമോ. അത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം പടം സാറ് പൂനെയിൽ വെച്ച് കണ്ടു. അപ്പോൾ തരഞ്ജനെ വിളിച്ചു, രഞ്ജിത് സാറിനെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ഭയങ്കര ഹാപ്പിയാണ്. പടം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് ഭയങ്കര ഹാപ്പിയാണ്. എഡിറ്റ് ചെയ്ത സാധനം കാണിക്കുന്നു പറഞ്ഞില്ലേ, കംപ്ലീറ്റ് എഡിറ്റ് കഴിഞ്ഞിട്ടാണോ മ്യൂസിക് ചെയ്യാൻ കൊടുക്കുക? സൗണ്ട് ഒക്കെ ഫൈനൽ ലോക്ക് ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾ കൊടുക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ റെഫറൻസ് ചില സമയത്ത് റെഫറൻസ് ഉണ്ടാവും, ചിലതിൽ ഉണ്ടാവില്ല. കൂടുതലും അവർക്ക് കൊടുക്കുമ്പോൾ ഓരോ മ്യൂസിക് ഡയറക്ടറിനും ചോദിക്കും റെഫറൻസ് വേണോ വേണ്ടോ. അവർ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കില്ല, വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കും. ഓക്കെ. അപ്പം ഷെഫീഖിന് വർക്ക് ചെയ്യുമ്പോൾ റെഫറൻസ് മ്യൂസിക് വേണമെന്നില്ല? എനിക്ക് എങ്ങനെയായാലും ഓക്കെ, കുഴപ്പമില്ല. കാരണം ഞാൻ ആദ്യം മ്യൂസിക് ഇടാതെ ഒരു മീറ്ററിൽ സെറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം അതിന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നമ്മൾ നോക്കാറോ പതിവ്. അല്ലെങ്കിൽ മ്യൂസിക് ഇട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആ മ്യൂസിക്കിനനുസരിച്ച് റിതമായി പോകും. നമ്മുടെ എഡിറ്റ് ലോക്ക് ആയതിനു ശേഷം അതിലേക്ക് എന്തെങ്കിലും റെഫറൻസ് വെക്കാറാണ് സാധാരണ പതിവ്. കാരണം എന്തെങ്കിലും നമുക്ക് ആരെങ്കിലും കാണിക്കുമ്പോൾ മൊത്തത്തിൽ ഒരു ഫീല് കിട്ടണമെങ്കിൽ എന്തെങ്കിലും വെക്കും. അത് ചില ഡയറക്ടേഴ്സിന് അത് ആവശ്യം വരില്ല, ചിലർക്കത് ഇഷ്ടമാണ് കേൾക്കാൻ. ചില ഡയറക്ടേഴ്സ് നമുക്ക് ഇതായിരിക്കട്ടെ എന്റെ മൂഡ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ഫോളോ ചെയ്യും. ഇപ്പൊ ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു സിനിമ തുടങ്ങി ഇടയ്ക്ക് നിന്ന് പോയതാണ്. ആ ഒരു സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്? ഒരുപാട് ആഗ്രഹമുണ്ട്. ട്രൈ ചെയ്യുന്നുണ്ടോ? അതോ ഞാൻ കഥകൾ ഇങ്ങനെ സംസാരത്തിലുണ്ട്, നമ്മൾ എഴുതാറുണ്ട്. ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്ന എഡിറ്റിംഗിലാണ്. പക്ഷെ നല്ലൊരു പടമായിട്ട് വരണം എന്നൊരു ആഗ്രഹമുണ്ട്. ഷെഫീഖിന് തന്നെ എഴുതി ചെയ്യാനാണോ? എനിക്ക് എഴുതി ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഓക്കെ. അതൊരു ആക്ഷൻ ഓറിയന്റഡ് ആണോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോണേഴ്സ് ആണ് അതൊക്കെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഭരതനാട്യം പോലെയുള്ള ഒരു ഫീൽ ഗുഡ് ഫാമിലി ഫിലിമിന് ശേഷം ഇതേപോലത്തെ എല്ലാ ജോണേഴ്സും ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ തുടരും എക്സ്ട്രീം വേറെ ഓപ്പോസിറ്റ് ജോണറിലാണ്, ഒറ്റക്കുമ്പൻ വേറൊരു ജോണറിലാണ്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ശ്രീ ജയരാജ് സാറിന്റെ കൂടെ തൊട്ട് നമുക്ക് ഇപ്പോഴത്തുള്ള പുതിയതായിട്ട് വരുന്ന ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ വരെയും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് എന്താ പറയാ, അപ്പൊ കിട്ടിയൊരു എക്സ്പീരിയൻസ് ആണ്
ഈ ഇത്രയും വർഷക്കാലത്തിൽ കിട്ടുന്ന ഞാൻ കൊതിച്ചിട്ടുള്ള വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ എല്ലാം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പൊ സന്തോഷം. നിഷാദ് യൂസഫിനെ നമുക്ക് പരാമർശിക്കാതെ പോകാൻ പറ്റില്ല അല്ലെ? തീർച്ചയായിട്ടും, ഈ സിനിമയില് എഡിറ്റർ പുള്ളിയായിരുന്നു. പുള്ളി എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? നിഷാദിക്ക ആയിരുന്നു പടം തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നത്. ഇതിലൊരു സീക്വൻസിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഷെഡ്യൂളിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതിന് മുമ്പത്തെ ഒരു ഷെഡ്യൂളിൽ ഒരു ഡബിന് വേണ്ടിയിട്ടുള്ള ഒരു വേർഷൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്. അതിനുശേഷം അദ്ദേഹം സീൻ അഭിനയിക്കാൻ വന്നപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള സീക്വൻസ് വിളിക്കാനെ കാണിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നു. തരഞ്ചേട്ടൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇക്കാടെ വാക്കുകളാണ് എന്നിലൊരു വിശ്വാസം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ് ആണ് ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തരഞ്ചേട്ടൻ എന്നോട് പറഞ്ഞു, തുടക്കം തൊട്ടേ തുടങ്ങിക്കോളൂ. അതെടുത്തില്ല അല്ലേ? എടുത്തില്ല എന്നല്ല, ഡബ് കട്ടാ. ഡബിൽ നിന്ന് നമ്മൾ ഡബ് വേർഷൻ എല്ലാം വന്നതിന് ശേഷമായിരിക്കും നമ്മളൊരു ഫൈനൽ കട്ടിലേക്ക് പോവുക. ഫൈനൽ കട്ടാണ് സിനിമയുടെ ഒരു താളവും ഡിസൈനും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ട് എല്ലാം നമ്മൾ തുടക്കം തൊട്ടേ ഒരു വേറൊരു വേർഷൻ നമ്മൾ തുടങ്ങിയായിരുന്നു, ഒരു ടൈറ്റ് ആയിട്ടുള്ള വേർഷൻ. അതിലേക്കാണ് പിന്നീട് ഡബിലെല്ലാം പോയത്. ഇത് കണ്ടിന്യൂസ് എഡിറ്റ് ചെയ്യായിരുന്നു സിനിമ, തുടക്കം തൊട്ട് ഒടുക്കം വരെ തീർത്തിട്ടാണ്. എത്ര ദിവസം എടുത്താണ്? ഇത് നവംബർ 4-നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫ് നവംബറിൽ തന്നെ ലോക്ക് ചെയ്തായിരുന്നു. നവംബർ ഒരു 17 ലോക്ക് ചെയ്തു. സെക്കൻഡ് ഹാഫ് ഡിസൈൻ ലോക്കായത് ഡിസംബർ 2 ഡിസൈൻ ലോക്കായി. പിന്നീട് അത് ഒരു ഡിസംബർ 22 ആ സമയമായപ്പോഴേക്കും പക്ക പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്തു. വീട്ടിലിരുന്നാ ചെയ്യാം? ഞാൻ ഫസ്റ്റ് ഹാഫ് ഒക്കെ വീട്ടിലായിരുന്നു ചെയ്തത്. പിന്നീട് പ്രൊഡക്ഷൻ ഹൗസിലും പോവും. അങ്ങനെ മാറി മാറി ചെയ്യും. തരുൺ പറയുന്നുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ, അടുത്തൊരു 10 വർഷം ഷെഫീഖിന്റെ ആവട്ടെ എന്ന്. 10 വർഷമല്ല, അതിൽ കൂടുതൽ നല്ല സിനിമകൾ ഡയറക്ട് ചെയ്തും എഡിറ്റ് ചെയ്തും ഒക്കെ ആഗ്രഹം പോലെ സിനിമയിൽ തുടരാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.